നമസ്കാരം, ബ്ലൂ സ്റ്റോക്കിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. മനുജെ, നമ്മുടെ ദിലീപിൻ്റെ, നമ്മുടെ എന്ന് പറഞ്ഞാൽ പിടിക്കത്തില്ല, ദിലീപിന് ശിക്ഷ വിധിക്കപ്പെട്ടു. ഒരു 24 മണിക്കൂർ കഴിഞ്ഞിട്ടും ആ വിവാദം അവസാനിക്കുന്നില്ല. ശ്രദ്ധിച്ചാണല്ലോ. ഒന്ന്, 2-3 കാര്യങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഇന്നലെ അതിൻ്റെ സാധ്യതകളൊക്കെ ചർച്ച ചെയ്തിരുന്നു ഞാനൊരു ആത്മാവിനോട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ട 2 കാര്യങ്ങൾ, പ്രധാനമായ 2 കാര്യങ്ങൾ. ഒന്ന്, ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ കോടതിയെ ചീത്ത വിളിക്കുന്നൊരു സാഹചര്യം രൂപപ്പെട്ടു. ജഡ്ജിയെ നേരെ പേരെടുത്ത് ഇത് ഉചിതമോ എന്നതാണ്, അതിൻ്റെ മെറിറ്റ് എന്താണ് എന്നുള്ളതാണ്. 2, ദിലീപ് ഹിന്ദുവിലൊരു അഭിമുഖം കൊടുത്തിട്ടുണ്ട്. ഇന്നലെ ദിലീപ് മഞ്ജു വാര്യരെ കുത്തി സംസാരിച്ച് തുടങ്ങിയെങ്കിലും ദിലീപ് കൂടുതൽ സംസാരിച്ചില്ല. പക്ഷെ അതിനുശേഷം ദിലീപ് ഹിന്ദുവിന് കൊടുത്ത അഭിമുഖത്തിൽ വളരെ വിശദമായി തന്നെ ദിലീപ് പറയുന്നുണ്ട്, ഞാനും പണി തുടങ്ങുവാണ്. ദിലീപ് എന്താണ് ചെയ്യാൻ പോകുന്നത്, അതിന് ഇമ്പാക്റ്റ് എന്തായിരിക്കും, മാത്രമല്ല ഈ ഇന്നിപ്പോൾ ഭാഗ്യലക്ഷ്മി രംഗത്ത് വന്നിട്ടുണ്ട്. ഇത്യാദി കാര്യങ്ങളെക്കുറിച്ചാണ് എന്ത് പറയുന്നത്. ഈ ഇപ്പോഴത്തെ ഒരു പൊസിഷൻ നമുക്ക് ഭാഗ്യലക്ഷ്മി വേണം തുടങ്ങാല്ലേ. ഭാഗ്യലക്ഷ്മി എന്താ, അതായത് ഫെഫ്കയിൽ നിന്ന് ഭാഗ്യലക്ഷ്മി രാജിവെച്ചിരിക്കുന്നു. ദിലീപിനെ തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ അത് വളരെ ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്ന എനിക്ക് ഇങ്ങനെ ഒരു പ്രതിക്കൊപ്പം വർക്ക് ചെയ്യാൻ സാധിക്കില്ല, അത് എൻ്റെ ഒരു മര്യാദയുടെ പുറത്ത് ഞാൻ രാജിവെക്കുകയാണെന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്ന ഒരു സാഹചര്യം. പക്ഷെ ഫെഫ്കയിലേക്കെന്നല്ല, ഞാൻ മനസ്സിലാക്കുന്ന വെച്ചിട്ട് ദിലീപിനി കുറച്ചുകൂടി എന്താ പറയുക, കുറച്ചുകൂടി വളരെ വേഗം ഫെഫ്കയിലേക്കും നിർമ്മാതാക്കളുടെ സംഘടന ആയിക്കോട്ടെ, അമ്മയിലേക്കായിക്കോട്ടെ, ദിലീപിന് ഒരു കടന്നുവരവ് ഇനി ഉണ്ടാകും. കാര്യം അയാൾ പൂർണ്ണമായും അർത്ഥത്തിൽ പ്രതീക്ഷിച്ചു. കാരണം 8.5 വർഷത്തോളം ദിലീപ് നിശബ്ദനായിരുന്നു. ആ നിശബ്ദനായിരുന്ന ഒരു വ്യക്തി കുറ്റവിമുക്തനാക്കി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ സ്വാഭാവികമായും ഫാൻസ് ഒപ്പമുണ്ട്, അതുപോലെ തന്നെ കൂറുമാറിയവർ ഒപ്പമുണ്ട്. ദിലീപ് അതിശക്തനാണെന്നറിയാൽ മാറി നിന്നാലും ഇതിനെയൊക്കെ ഭരിച്ചിരുന്നതിന് ഒരു നിഴൽ പോലെ എല്ലായിടത്തും ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി പൊതുസമ്മതനായി തിരികെ വരുന്നു. സ്വാഭാവികമായും മിണ്ടാതിരുന്നതിനൊക്കെ പകരം ചോദിക്കേണ്ടി വരും. അത് ചെയ്യുകയും ചെയ്യും. ദിലീപിൻ്റെ ഒരു സ്വഭാവം വെച്ചത് അങ്ങനെ സംഭവിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഭാഗ്യലക്ഷ്മി പുറത്തേക്ക് വരികയാണ്. ഈ ഭാഗ്യലക്ഷ്മിയുടെ വരവിനെ എനിക്ക് അതിശയമാണ് തോന്നുന്നത്. കാരണം ഞാൻ പറഞ്ഞത്, ഈ ദിലീപ് കുറ്റം ചെയ്തു, അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ തന്നെ ഇവരെല്ലാം ദിലീപിനെ മാറ്റി നിർത്തിയതാണ്. ഇപ്പോൾ കുറ്റവിമുക്തനാവുമ്പോൾ ദിലീപ് തിരിച്ചെടുക്കുന്നതിൽ ഇപ്പോൾ ഇവരുടെ കാഴ്ചപ്പാടിൽ കുറ്റവിമുക്തനല്ലെങ്കിലും നിയമത്തിന് മുമ്പിൽ കുറ്റവിമുക്തനാണ്. തിരിച്ചെടുക്കുന്നതിൽ തെറ്റില്ല, തിരിച്ചെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു നീതിപരമായ പരിപാടി. അപ്പം ഭാഗ്യലക്ഷ്മി പറയുന്നത്, എനിക്ക് തോന്നുന്നത് ഇതിൽ ഞാൻ അതിജീവിതയ്ക്കൊപ്പമാണ്, നമ്മളെല്ലാവരും ആ പക്ഷത്താണ്, അതിലൊരു സംശയവുമില്ല. പക്ഷെ അതിജീവിത പോലും ദിലീപിന് എതിരെ മൊഴി കൊടുത്തിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലീസ് എടുത്ത്, അല്ലെങ്കിൽ പൾസസുനി പറഞ്ഞ ഒരു കത്തിന്റെ പുറത്തു വന്ന് പിന്നീട് വന്ന അന്വേഷണത്തിന്റെ ഭാഗമായി അറ്റാച്ച് ചെയ്യപ്പെടുന്ന ഒരു FIR ആണ് ദിലീപിനെതിരെ. അപ്പോൾ സ്വാഭാവികമായിട്ട് ദിലീപിനെ തിരിച്ചെടുക്കാം. സാങ്കേതികമായി നോക്കിക്കഴിഞ്ഞാൽ അത് തെറ്റില്ല ആ അർത്ഥത്തിൽ. അല്ല, അവിടെ ഞാൻ പറഞ്ഞു, ഈ ദിലീപ് ഭയങ്കര കുറുക്കനാണ്, ഈ കാര്യത്തിൽ ഒരു തർക്കമില്ല. കാരണം നമ്മൾ ഈ ദിലീപിനെതിരെ ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ വരാനൊരു കാരണം ദിലീപിൻ്റെ പശ്ചാത്തലം കൂടിയാണ്. അതായത് ഞാൻ പറഞ്ഞപ്പോൾ വേറൊരു മറ്റേ പിഷാരടിക്കെതിരെയാണ് ചിലപ്പോൾ ഇങ്ങനെ വരത്തില്ല. ദിലീപിനെതിരെ വരാൻ കാരണം വെച്ചാൽ ദിലീപ് വിളഞ്ഞ വിത്താണ്. സിനിമയിൽ ദിലീപ് ഗ്രിപ്പുണ്ടാക്കിയാണ് പോയിരുന്നത്. ആ ദിലീപിൻ്റെ ഒരു നമ്മൾ ഈ സാധാരണ നടൻ നമ്മൾ കാണുന്ന ഒന്നുമില്ലായൊക്കെ. ഞാൻ ദിലീപിനെ നേരിട്ടൊരിക്കൽ 10-15 കൊല്ലം മുമ്പ് ലണ്ടനിലെ ഒരു സ്റ്റേജ് ഷോ, ദിലീപും പാട്ടുകാരി റിമി ടോമിയൊക്കെ ഉള്ള ഒരു സ്റ്റേജ് ഷോ ഉണ്ട്. അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു പ്രൊമോട്ടറെ പോലെ ഞാൻ കൂടെ ഉണ്ടായിരുന്നു കുറച്ച് 10-16 കൊല്ലം മുമ്പ്. അല്ല, ഞാനവിടെ ബ്രിട്ടീഷ് മലയാളം തുടങ്ങിയ കാലമാണ്. അന്ന് അവരൊരു സ്റ്റേജ് ഷോ ആയിട്ട് വരുന്നു, 10-12 സ്റ്റേജ് ഉണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു അതിൻ്റെ ഒരു പ്രൊമോഷൻ ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ പ്രൊമോഷൻ ചെയ്തു. അപ്പോൾ ഞാൻ അവരുടെ കൂടെ. അപ്പോൾ ഞാൻ ഈ ദിലീപിനെ ഈ ഹോട്ടൽ മുറിയിൽ വെച്ച് കാണുമ്പോൾ എനിക്ക് അതിശയം തോന്നി ആദ്യം കാണുമ്പോൾ. കാരണം വെച്ചാൽ നമ്മൾ നാട്ടിൻപുറത്ത് കാണുന്ന സാധാരണ ഒരു പ്രത്യേകത ഇല്ലാത്ത ഒരു മനുഷ്യൻ, വലിയ പൊക്കമൊന്നുമില്ലാതെ വളരെ സാധാരണ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് നമുക്ക് തോന്നും. നമ്മൾ ഈ സിനിമാ നടൻ നമ്മൾ കാണുന്ന ഒരു സൗന്ദര്യം എന്നൊരു സാധനമൊന്നും ദിലീപ് ഞാൻ കണ്ടില്ല. ഇതൊരു പക്ഷേ മേക്കപ്പിലും പിന്നെ അയാളുടെ അഭിനയത്തിൻ്റെ മികവിലും ഒക്കെ ആയിരിക്കും. അങ്ങനെ ഒരു മനുഷ്യൻ, അയാൾ സിനിമയിലെ മുടിചൂടാ മന്നനായി. മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒക്കെ കാൾ സ്വാധീനം സിനിമാ പ്രേക്ഷകർക്കിടയിൽ നിന്നുള്ള സിനിമ ഇൻഡസ്ട്രിയിൽ ആരാധകർ ദിലീപിനായിരിക്കത്തില്ല, അത് മിനിമം ഉണ്ട്. ഒരു ജനപ്രിയ നാടകൻ എന്ന നിലയിൽ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. പക്ഷേ സിനിമ ഇൻഡസ്ട്രിയിൽ ദിലീപിന് വലിയ സ്വാധീനമുണ്ട്. ഈ സ്വാധീനം അദ്ദേഹം ദുരുപയോഗിക്കുകയും ചെയ്തു. എന്നുവെച്ചാൽ സമസ്ത മേഖലകളിൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിലൂടെ ഒരു ഏകാധിപതിയെ പോലെ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ. അപ്പം അങ്ങനെ എല്ലായിടത്തും ഇവർ പേടിച്ചാണ് ദിലീപിനോട് സഹകരിച്ചിരുന്നത്. പെട്ടെന്നൊരു കുഴി വീഴുമ്പോൾ, ഒരാൾക്ക് ഭയമുണ്ടാകുമ്പോൾ പെട്ടെന്നൊരു കുഴി വീഴുമ്പോൾ എല്ലാവരോടും കൂടി കല്ലെറിഞ്ഞ, അതാണ് ദിലീപിന് സംഭവിച്ചത്. ഇപ്പോൾ ഭാഗ്യലക്ഷ്മിയുടെ കാര്യം പറയുമ്പോൾ ആ ഭാഗ്യലക്ഷ്മിയുടെ നിലപാട് കറക്റ്റാണ്. ഭാഗ്യലക്ഷ്മിയെ അതിജീവിതയോട് പിന്തുണ പ്രഖ്യാപിക്കും. മാത്രമല്ല എനിക്കൊന്ന് പേഴ്സണലി അവരുടെ ഭാഗം നമ്മളാരും കേട്ടിട്ടില്ല. അത് ഭാഗ്യലക്ഷ്മിക്ക് അറിയാം.
അതിജീവിത അതിജീവിത ഈ ദിലീപിന്റെ കുറ്റം പരസ്യമായി ഇതുവരെ പറഞ്ഞിട്ടില്ലെങ്കിലും ദിലീപിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് എന്ന് വേണം ഭാഗ്യലക്ഷ്മി ഈ അതിജീവിതയുടെ വീട്ടിൽ വെച്ച് ദിലീപിനെ ചീത്ത വിളിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ. അങ്ങനെ ഒരു ലോജിക് കൂടുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഒരിക്കലും അങ്ങനെ പറയേണ്ട കാര്യം സംസാരങ്ങളിൽ ഉണ്ടാവും. തീവ്രമായിരിക്കും. പക്ഷെ എങ്ങനെ ആ നിലപാടിലേക്ക് എത്തി? ഇപ്പം ഈ നടിയുടെ അതിജീവിതയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ ഒരാൾ എൻ്റെ സുഹൃത്താണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാറുണ്ട്. നടനാണ്. അപ്പം അദ്ദേഹം ആദ്യഘട്ടങ്ങളിൽ ഭയങ്കര വികാരഭരിതയാണ് ഈ വിഷയത്തിൽ എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ അതിജീവിത അതിശക്തമായ അതിന് വേണ്ടിയിട്ട് മാത്രമല്ല, അവരെ ശരിക്കും പറഞ്ഞ വേസ്റ്റ് ഓഫ് ടൈം ആയിപ്പോയി അവർക്ക്. അവരുടെ ആംഗിൾ നോക്കുക. അതായത് അവർ റേപ്പ് ചെയ്തു എന്നുള്ളത് സത്യമാണ്. റേപ്പ് ചെയ്തവർ ശിക്ഷിക്കപ്പെടാൻ വേണ്ടി അവർ കഷ്ടപ്പെടേണ്ട കാര്യമില്ല. കാരണം റേപ്പ് ചെയ്തൊരു പിടിയിലായി, അതിന് മെഡിക്കൽ റിപ്പോർട്ടുണ്ട്, തെളിവുണ്ട്, അവരെല്ലാം ശിക്ഷിക്കപ്പെടും. പ്രതികളായി തന്നെ പ്രതികൾ എല്ലാം ഉണ്ട്, അതുകൊണ്ട് ശിക്ഷിക്കപ്പെടും. ഇവർ ഈ സ്ട്രെയിൻ എടുത്തതും പുറകെ നടന്നതും 8.5 വർഷം പിന്നാലെ നടന്നതും പലതവണ ഹൈക്കോടതി സുപ്രീം കോടതി ഹർജികൾ കൊടുത്തതുമൊക്കെ ബാക്കിയുള്ളവരെ ശിക്ഷിക്കാനാണ്. അത് പൂർണ്ണമായും പൊളിയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എനിക്കൊരു 65 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ അവർക്ക് മുടക്കുണ്ട്. പിന്നെ അവരുടെ സമയത്തിന് വിലയുണ്ട്. പിന്നെ ഈ കോടതിയിൽ പോയി പരിഹസിക്കപ്പെട്ട സാഹചര്യമുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു വിഷമം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അവിടെയും നമ്മുടെ പ്രശ്നം ഈ ദിലീപ് തന്നെയാണ് കൊട്ടേഷൻ കൊടുത്തത് എന്ന് പ്രൂവ് ചെയ്യാതെ ശിക്ഷിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇല്ലല്ലോ, ഒരിക്കലും പറ്റില്ല. അവിടെയാണ് പ്രശ്നം. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എങ്കിൽ പിന്നെ ആരുടെ കൊട്ടേഷൻ എന്നൊരു ചോദ്യം ബാക്കിയാവുന്നുണ്ടല്ലോ. അതായത് ഒന്ന് പൾസർ സുനി എന്ന് പറയുന്ന വ്യക്തിക്ക് അയാളൊരു ഇങ്ങനെ മോട്ടീവ് ഉള്ള ഒരാളാണ്, അയാളൊരു ക്രിമിനലാണ്, അയാളൊരു ബോൺ ക്രിമിനൽ ആണെന്ന് തന്നെ വിചാരിച്ചോളൂ. പക്ഷെ എന്നാൽ പോലും പൾസർ സുനിക്ക് തന്നെ ചെയ്യാമായിരുന്ന ഒരു കൃത്യത്തെ ഈ 5-6 പേർ സംഘമായി ചേർന്ന് അയാൾക്ക് പണം കൊടുക്കാനില്ല, നടിയോട് തോന്നുന്ന ഒരു ആകർഷണത്തിന്റെ ഭാഗമായി ഇങ്ങനെ ചെയ്തു എന്നുള്ളൊരു അതൊന്നും ലോജിക്കിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. അപ്പോൾ പിന്നെ അത് ആരുടെ കൊട്ടേഷൻ എന്നൊരു കാര്യമാണ്. അപ്പോൾ പ്രോസിക്യൂഷന് പരാജയപ്പെട്ടതാണോ അതോ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടതാണോ? അങ്ങനെയുള്ള കോൺസ്പിറസി തിയറികളുണ്ടല്ലോ. ഇതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ബലാത്സംഗം നടന്നു എന്നതാണ് ഒരു വാസ്തവം. ബലാത്സംഗം ചെയ്ത് ഇയാളും ഇയാളുടെ സംഘങ്ങളുമാണ്, അവർ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. അതാണ് ഒരു ഭാഗം. ഇതിന് പിന്നിൽ ദിലീപിന്റെ കൈയുണ്ട് എന്നതാണ് രണ്ടാമത്തെ ആരോപണം. ഈ കൈയുണ്ട് എന്ന് നടി ആദ്യത്തെ 4 മാസം വരെ പറഞ്ഞിരുന്നില്ല. പിന്നീട് അന്വേഷണമൊക്കെ നടത്തിയിട്ട് ഇന്ന കാരണങ്ങളാൽ ദിലീപിന്റെ കൊട്ടേഷനാണ് എന്ന് പറയുകയും പൾസർ സുനി അങ്ങനെ പറയുകയും ചെയ്തപ്പോഴാണ് നടിയും അങ്ങനെ ആയിരിക്കുമെന്ന് കരുതിയത്. അപ്പം നടിയോടനുബന്ധിച്ച് നിൽക്കുന്ന ഭാഗ്യലക്ഷ്മി അടക്കമുള്ളവരും പൂർണ്ണമായും വിശ്വസിക്കുന്നു ദിലീപും ഇതിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇവരുടെയൊക്കെ മുമ്പിൽ അതായത് ഞാൻ ഇന്നിപ്പം എൻ്റെ അഭിഭാഷകനോട് സംസാരിക്കുന്നു. ഞാൻ പറഞ്ഞൊരു കാര്യം, ഈ നിയമത്തിൻ്റെ മുൻപിൽ ഉള്ള സത്യവും നമ്മുടെ മുമ്പിലുള്ള സത്യവും രണ്ടാണ്. നമ്മുടെ മുമ്പിലുള്ള സത്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ ഒരു സംഭവത്തെക്കുറിച്ച് നമ്മൾ നിൽക്കുന്ന ധാരണ, സാഹചര്യ തെളിവുകൾ ഇതൊക്കെയാണ് വൈകാരികം. നിയമം എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് തെളിവ് വേണമെന്ന് മാത്രമല്ല, ആ തെളിവ് നിലനിൽക്കുന്നതാവണം. ഉദാഹരണത്തിന് അമ്പലത്തിൽ നിന്നൊരു ക്ഷേത്രം ഒരു വിഗ്രഹം മോഷണം പോകുന്നു. ഈ വിഗ്രഹം ഒരു കിണറ്റിൽ നിന്ന് കിട്ടുന്നു. ആ കിണറ്റ് ഇപ്പം ഇതെന്നെ ഞങ്ങളെ പഠിപ്പിച്ച ഈ സന്തോഷ് സാർ എന്ന് പറഞ്ഞൊരു സാറുണ്ട്, ഈ ഗാന്ധാരിയമ്മൻ റോഡിൽ ലോ പഠിപ്പിക്കുന്ന ഒരു സാറുണ്ട്, നല്ല രസം. അദ്ദേഹം പറഞ്ഞ കാര്യം അദ്ദേഹം പറഞ്ഞ് ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്നത്, കാണാതെ പോയ ഒരു വിഗ്രഹം അവിടെ നിന്ന് കിട്ടുന്നു. ഇതിപ്പോൾ ദുർഗാദേവിയുടെ വിഗ്രഹമാണെന്ന് കരുതുക. അതേ ദുർഗാദേവിയുടെ വിഗ്രഹം അവിടെ കിട്ടുന്നു. വിഗ്രഹം കിട്ടി. അതുകൊണ്ട് ആ പ്രതി ഇവനാണ് കൊണ്ടിട്ടത്, ഇപ്പോൾ പറയാം ഞാനാണ് കൊണ്ടിട്ടതെന്ന് പറയുന്നു. അവനെ പിടി ജയിലിലടച്ചാൽ ശിക്ഷിക്കാൻ ചെല്ലാൻ നേരത്ത് ശിക്ഷ കിട്ടത്തില്ല. ഈ വിഗ്രഹം തന്നെയാണ് ഇയാൾ അവിടെ നിന്ന് എടുത്ത് അവിടെ കൊണ്ടിട്ടതെന്ന് സയൻറ്റിഫിക്കലി തെളിയിക്കണം. ഇയാൾ പറയണേ ഞാനാ കൊണ്ടിട്ടു എന്ന് പറഞ്ഞ് അവരെടുന്ന് എടുക്കുന്നു, വിഗ്രഹം കിട്ടി. സ്വാഭാവികം നമ്മളതിനാ തെളിവ് കിട്ടി, അവിടുന്ന് കിട്ടി, കോടതിയിലാവുന്നു, തൊണ്ടി മുതലായി. പക്ഷെ കോടതി വരുമ്പോഴത്തേക്ക് അയാൾ പറയാണ് ആ വിഗ്രഹം അയാൾ പറയണത് പരിശോധിക്കുമ്പോൾ ആ വിഗ്രഹം അല്ലാതാവാം. അല്ലെ അയാൾ പറയാണ് ഞാൻ എടുത്തിട്ടില്ല എന്ന് പറയാണ്. അപ്പം ഞാൻ എടുത്തു എന്ന് തെളിയിക്കണമെന്ന് ഈ വിഗ്രഹം സയൻറ്റിഫിക്കലി, അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹം ഇതാണെന്ന് തെളിവ് വേണം. എടുത്തുകൊണ്ട് പോയി വിഗ്രഹം, ഈ കിണറ്റിൽ കിടന്ന വിഗ്രഹം അതാണ് തെളിവ് വേണം. ഇത് അയാൾ തന്നെയാണ് അവിടെ കൊണ്ടിട്ടതെന്ന് തെളിവ് വേണം. അതായത് ഒരു തെളിവെന്ന് പറഞ്ഞത് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യണം. അല്ലാതെ സാഹചര്യ തെളിവ് ഉണ്ടാവും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കൊലപാതകം നടക്കുന്നു, അല്ല അത്തരമൊരു ക്രൈം നടക്കുന്നു. ആ ക്രൈം നടന്നിട്ട് അതിന് മറ്റൊരു സാക്ഷിയുമില്ല, മറ്റൊരു എവിഡൻസും ഇല്ലെങ്കിൽ സാഹചര്യ തെളിവ് പരിഗണിക്കും. പക്ഷേ സാഹചര്യ തെളിവ് എന്ന് പറയുന്നത് വളരെ വളരെ ഇതാണ്. പക്ഷേ ഗൂഢാലോചനയിൽ ഒരിക്കലും സാഹചര്യ തെളിവ് സാധ്യമല്ല. ഗൂഢാലോചന എന്ന് പറയുന്നത് ക്രൈം തെളിയിക്കപ്പെടാനുള്ള പ്രയാസമാണ്. ഇതിൻ്റെ കാരണം ക്രൈം ചെയ്ത ആൾ പിടിക്കപ്പെട്ടു, അയാൾ ശിക്ഷിക്കപ്പെടും. അവിടെയാണ് എപ്പോഴും വേണ്ട എന്താണ്, ഒരു ഇരയ്ക്ക് നീതി കിട്ടണം.
ആ ഇരയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നീതി ആരാണോ ക്രൈം ചെയ്തത് അവർ ശിക്ഷിക്കപ്പെടുമ്പോഴാണ്. ഇനി അടുത്ത എക്സ്റ്റെൻഡിലേക്ക് പോകുന്നു. ആ ഇര, ആ പ്രതി ഈ കുറ്റകൃത്യം ചെയ്യാൻ കാരണം ഇന്നയാളാണ്, അത് പറഞ്ഞാൽ പോരാ, അത് കൃത്യമായി പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ ദിലീപ് കൊട്ടേഷൻ കൊടുത്തിട്ടാണ് എന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സയൻറ്റിഫിക്കൽ എവിഡൻസ് ദിലീപിനുമായിട്ട് വിളിച്ച് ചർച്ച ചെയ്ത് നിരന്തരം ചർച്ച ചെയ്ത് അതിനുവേണ്ട സാമ്പത്തിക ഇടപാട് നടത്തി ഇപ്പോൾ ആ എല്ലാ കാര്യങ്ങളും തെളിയിക്കണം. അപ്പോൾ ഇതൊന്നുമില്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പ്രതി പറയുന്നു ദിലീപ് പറഞ്ഞിട്ടാണ് എന്ന് പറയുന്നു. അതാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പ്രതിയുടെ വാക്കിന് എന്ത് വിലയാണുള്ളത്? മാത്രമല്ല അവിടെ പ്രതികളായി വന്നിരിക്കുന്ന ആളുകൾ മുഴുവൻ ഈ ജയിലിൽ കിടന്ന് കൂടാലം നടത്തിയവരാണ്. ജയിലിൽ നിന്ന് കൂടാലം നടത്തിയവരാണ്. അവരെല്ലാം ക്രിമിനലുകളാണ്. അപ്പോൾ വാലിഡിറ്റി ഇല്ല, ഒരു ക്രിമിനൽ പശ്ചാത്തലം. അതുകൊണ്ട് തന്നെ നിയമപരമായി ഒരു കോടതിക്കും ശിക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പം നിയമത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ പോലും തെളിവില്ലെങ്കിൽ നമുക്ക് ശിക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ കോടതിയുടെ തലയിലേക്ക് കുതിര കയറുക എന്നൊരു രീതിയിലേക്ക് ആളുകൾ അത് ശരിയല്ല. അപ്പം ഞാൻ പറയുന്നത് ഈ ബഹുമാനപ്പെട്ട കോടതി, എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ, എനിക്ക് വിചിത്രമായിട്ട് തോന്നിയത് ഈ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സെഷൻ ജഡ്ജ് എന്ന് പറയുന്നത് CPM സംസ്ഥാന കമ്മിറ്റി അംഗത്തിൻ്റെ മകളാണ്, സംസ്ഥാന ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളുടെ മകളാണ്. ഈ ജഡ്ജ് ഒരു ജഡ്ജിമാർക്കിടയിൽ ഇടതുപക്ഷ CPM-കാരിയാണ്, CPM നിലപാടുള്ള ആളാണ്. ഒരു ബർത്ത്ഡേക്ക് കേക്ക് മുറിച്ചായിട്ട് ബന്ധപ്പെട്ട ഒരു വിവാദത്തിലൊക്കെ വന്ന് ചെന്നിട്ടുള്ള ആളാണ്. അവരെ ഏറ്റവും കൂടുതൽ ചീത്ത വിളിക്കുന്ന ഇപ്പോൾ ഈ ഇടതുപക്ഷക്കാരും ഈ പറയുന്ന ഫെമിനിസ്റ്റുകളും അവരെല്ലാണെന്ന് പറഞ്ഞ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് ഇതിൻ്റെ കാപട്യം. നിങ്ങളൊരു കാര്യം, നമ്മൾ മാധ്യമങ്ങൾക്കൊരു പങ്കില്ലേ? അതായത് വളരെ തീർച്ചയായിട്ടും വൈകാരികമാകും. ഒരു പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അതിനൊക്കെ വൈകാരികമായ പശ്ചാത്തലം ഉണ്ടെങ്കിലും നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കണം കോടതി. അത് നമുക്ക് നിയമത്തെക്കുറിച്ചുള്ള അജ്ഞതയാണോ അതോ ഈ മാധ്യമ അജണ്ടയുടെ ഭാഗമായി വന്നൊരു കോടതി? ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്നത്തെ കാലത്ത് നമ്മുടെ സമൂഹത്തെ ഏറ്റവും കൂടുതൽ വഷളാക്കുന്നത് മാധ്യമങ്ങളാണ്, ചാനലുകളാണ്. ചാനലുകളും ഈ സോഷ്യൽ മീഡിയ, ഓൺലൈൻ മാധ്യമങ്ങളൊക്കെയാണ് നമ്മുടെ സമൂഹത്തെ ഏറ്റവും കൂടുതൽ വഷളാക്കുന്നത്. ഈ പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത് ബിൽഡ് ചെയ്യുന്നത് ഈ ചാനലുകളും സോഷ്യൽ മീഡിയ അങ്ങോട്ട് ചേർന്ന സംവിധാനമാണ്. ഈ പബ്ലിക് ഒപ്പീനിയൻ രൂപപ്പെടുന്നത് തുടർച്ചയായി പറഞ്ഞാണ് അതൊരു രൂപപ്പെടുന്നത്. ഒരു മോബിൻ്റെ ഒരു കാരണം ഈ സാധാരണ മനുഷ്യർക്കെന്ന് പറയുന്നത് ഇതിൻ്റെ ഒന്നും നിയമമോ കൃത്യമോ സത്യമോ ഒന്നും കൃത്യമായി തിരിച്ചറിയാൻ പറ്റാത്തവരാണ്. അപ്പോൾ അവരിലേക്ക് ഇങ്ങനെ കൂട്ടത്തോടുകൂടി അടിച്ചേൽപ്പിക്കും, ഇതാണ് ശരി എന്നവർ വിശ്വസിക്കും. പണ്ട് പ്രിൻ്റഡ് പത്രങ്ങൾക്ക് അത് പറ്റുമായിരുന്നു, ഇപ്പോൾ അത്. അപ്പം ഇവരുടെ ഒരു കച്ചവട താല്പര്യം പ്രധാനപ്പെട്ടതാണ്. നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത്, കേരളത്തിൽ എത്രയോ റേപ്പുകൾ നടക്കുന്നുണ്ട്. ഒരു ദിവസവും അനേകം റേപ്പുകൾ നടക്കുന്നുണ്ട്. അനേകം സ്ത്രീകൾ വളരെയധികം കഷ്ടപ്പെടുന്നു. ഇതൊന്നും വാർത്തയല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു കച്ചവട താല്പര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സിനിമാ നടനാണ് ഇതിലെ പ്രതി, ഒരു സിനിമാ നടിയാണ് ഇതിലേറെ. ഈ സിനിമ എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഒരു വലിയ മാർക്കറ്റുണ്ട്, വിപണി മൂല്യമുണ്ട്. അതുകൊണ്ട് കയറി ഇവരങ്ങ് പിടിച്ചു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഈ TRP റേറ്റ് അപ്പോഴും 8 വർഷം ഇതിങ്ങനെ തുടർച്ചയായി ലൈംലൈറ്റ് നിർത്തുന്നതിൽ മാധ്യമങ്ങൾക്ക് ഒരു റോളും ഉണ്ടല്ലോ. അല്ല, അതങ്ങനെയാണല്ലോ. ഒരു കേസ് ഞാൻ പറഞ്ഞപ്പോൾ നമുക്ക് ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ വാർത്ത എഴുതാൻ ചില പരിമിതികളുണ്ട്. പക്ഷെ ഒരാൾ പ്രതിയായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തും എഴുതാം. പ്രതി അല്ലാത്ത ഒരാളെ കുറിച്ച് നമ്മൾ കുറേ കഥകൾ എഴുതുകയാണെങ്കിൽ നമുക്ക് ഏകദേശം അറിയാം ഇവർ കുഴപ്പക്കാരാണെന്ന്. പക്ഷെ കോടതി കൊണ്ട് കേസ് കൊടുത്താൽ അയാൾ നിരപരാധിയാണ്, അയാൾ നമ്മൾ പറഞ്ഞ ഒരു കാര്യത്തിന് തെളിവില്ല. ആ സമയം അയാൾ ഒരു റേപ്പ് കേസിലെ പ്രതിയായി കഴിഞ്ഞാൽ നമ്മൾ എന്തെഴുതിയാലും അയാൾക്ക് നമുക്കെതിരെ കൊണ്ട് കേസ് കൊടുക്കുമ്പം ഇയാൾ റേപ്പ് കേസിലെ പ്രതിയാണെന്ന് പറഞ്ഞാൽ അയാളുടെ മൂല്യം പോയി. അപ്പോൾ കോടതി മുൻവിധിയോടാ ഇയാൾ റേപ്പ് കേസിലെ പ്രതിയല്ലേ, പിന്നെ ഇയാളെക്കുറിച്ച് എഴുതിയാൽ കുഴപ്പമെന്ന് തോന്നും. അപ്പം എപ്പോഴും ഈ ചാനലുകളും പത്രങ്ങളും ഒക്കെ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ സ്വാധീനമുള്ള ഇവർ പറയുന്ന കാര്യങ്ങൾ പ്രൂവ് ചെയ്യാൻ ഒരു കംപ്ലൈൻറ്റ് ആരെങ്കിലും കൊടുപ്പിക്കുക, ഒരു FIR അടിപ്പിക്കുക, ഇത് മിനിമം ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്തും പറയാം. അപ്പോൾ ഇതിൻ്റെ ഒരു വിപണി മൂല്യമുള്ളതുകൊണ്ട് മാത്രമാണ് ഇത് ഇത്രയും ലൈവായി നിന്നിരുന്നത്. ഒരു നടി ബലാത്സംഗത്തിന് ഇരയായി എന്നൊരു സത്യമുണ്ട്. പക്ഷേ ബലാത്സംഗം ചെയ്തവരെ കണ്ടെത്തിയിട്ടും ആ പൾസർ സുനിയിൽ മാത്രമായി കേസ് അവസാനിച്ചാൽ അതിന് വിപണി മൂല്യം തീർന്നുപോയി. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്രയും നിലനിർത്തിയിരുന്നത്. പിന്നെ ഈ കേസിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോലീസാണല്ലോ കേസുകാർ മുമ്പ്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ രേഖയുണ്ടാക്കാനും ഫ്രെയിം ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ മേലെ നിയമ പോരാട്ടം മുമ്പോട്ട് പോകുന്നതും യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ജഡ്ജിയുടെ കാര്യത്തിലേക്ക് വന്നിരുന്നത്. അപ്പം ഞാൻ ഈ ജഡ്ജി നമ്മൾ പറഞ്ഞ സെഷൻസ് ജഡ്ജി ഒരുപാട് കേസുകൾ എൻ്റേത് അവിടെ വന്നിട്ടുണ്ട്. ഏറ്റവും ആദ്യത്തെ കേസിൽ എനിക്ക് അനുകൂലമായിരുന്നില്ല,
ഞാൻ സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നത് ആദ്യം നിഷേധിച്ചത് ഇവിടെ ആയതുകൊണ്ടാണ്. അപ്പോൾ എനിക്കൊരു മുൻവിധി തോന്നിയിരുന്നു ഈ കേസിന്. പക്ഷെ പിന്നീട് പല കേസുകളും വന്നപ്പോൾ എനിക്ക് മനസ്സിലായി മെറിറ്റ് നോക്കുന്ന ജഡ്ജാണ്. രാഷ്ട്രീയം ഒരു വശത്ത്, മെറിറ്റ് വേറെ വശത്ത്. നല്ല വക്കീലുമാർ നന്നായി കേസ് വാദിച്ചാൽ അവരെ അത് കേൾക്കുകയും അവർ പറഞ്ഞ് ശ്രദ്ധിക്കുകയും, അതാണ് ജഡ്ജിൻ്റെ വേണ്ട ഗുണം. നമ്മൾ പല കേസുകളും പോകുമ്പോൾ അറിയാം നല്ല ജഡ്ജിമാരുണ്ട്, അവർ ഈ നല്ല വക്കീലുമാർ കൃത്യമായി പറഞ്ഞ് അവർ കേൾക്കുകയും പരിഗണിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവിടെ ഇവർ പറയുന്ന മാതിരി ഒരു പൊളിറ്റിക്സ് അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ ദിലീപിനെ ഒരു ശിക്ഷിക്കുകയായിരുന്നു വേണ്ടത്. കാരണം ദിലീപ് ശിക്ഷിക്കപ്പെട്ടാൽ സർക്കാരിനും ഗുണമാണ്. നമ്മൾ ആ ആംഗിളിലേക്ക് നോക്കൂ. ഇവർ CPM-ന്റെ ആളാണ്, CPM ബയസ്ഡ് ആണെങ്കിൽ ദിലീപിനെ അവർ ശിക്ഷിക്കണം. ശിക്ഷിച്ചാൽ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേ നിന്ന്, വാസ്തവത്തിൽ ഞാനുള്ളത് പറയാമല്ലോ, തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേ ദിവസം വിധി വരുമ്പോൾ എനിക്ക് ആശങ്കയുണ്ടായിരുന്നു. ആശങ്ക എന്ന് പറഞ്ഞാൽ ഇത് ദിലീപിനായിട്ട് പണി കൊടുക്കാനായിട്ടാണല്ലോ തെരഞ്ഞെടുപ്പിന് തലേദിവസം വെച്ചിരിക്കുന്നത് ഞാൻ കരുതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ പറ്റും. കാരണം ഇത് വലിയ പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തിയിട്ട് പറയാൻ പറ്റുമായിരുന്നു, കണ്ടോ പെൺവേട്ടക്കാരോട് ഞങ്ങളുടെ നിലപാട് ഇതാണ്. അവരത് ചെയ്തില്ലല്ലോ. അപ്പോൾ അതിനർത്ഥം തന്നെ അവർ ബയസ്ഡ് അല്ലെന്നാണ്. ബയസ്ഡ് ആണെങ്കിൽ അവർ ഉറപ്പായിട്ടും സർക്കാരിന് അനുകൂലമായ തരത്തിലേ ഇത് മാറ്റും. അതുകൊണ്ട് തന്നെ ജഡ്ജിനെ എതിർക്കുന്ന ആളുകൾ പറഞ്ഞു, നിങ്ങൾ ഒരു മകൾ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യുമായിരുന്നു, നിങ്ങളുടെ വീട്ടിലാണ് ഇത് സംഭവിച്ചെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യുമെന്നു അഭിഭാഷകർ തന്നെ കോടതിയുടെ മുറ്റത്തിറങ്ങി നിന്നിട്ട് ഇവർക്കെതിരെ സംസാരിക്കുന്ന രീതിയിൽ ഈ അഭിഭാഷകർ ഇവർക്ക് ബോധമില്ലേ എന്നാണ് അതാ ചോദിക്കുന്നത്. ഈ അഭിഭാഷകർ എന്ന് പറയുന്നത് എറണാകുളം ഹൈക്കോടതിയിൽ 10,000 അഭിഭാഷകരുണ്ട്. വഞ്ചൂര് മനുജയുടെ ചേച്ചി എവിടെയാ? എറണാകുളത്ത്. കോട്ടയത്ത് എത്ര വക്കീലുമാരുണ്ടെന്ന് ചോദിച്ചു. ഒരു 1500-2000 പേര് മിനിമം കാണും. അപ്പോൾ എത്ര അഭിഭാഷകരുണ്ട്? എത്ര അഭിഭാഷകർക്ക് കൃത്യമായി ജോലി കിട്ടും? ഈ പറയുന്ന എത്ര അഭിഭാഷകർ? അപ്പോൾ ഈ അഭിഭാഷകർ എന്ന് പറയുന്ന പലരും അഭിഭാഷകരെന്ന് പേരിലുണ്ടെന്നല്ലാതെ അവർക്ക് കേസിൻ്റെ മെറിറ്റിനെ കുറിച്ച് ധാരണയുള്ളവരല്ല. ഈ കേസിൽ ഞാനിത് പറയുമ്പോൾ അഭിഭാഷകരെ പറഞ്ഞു, ഈ കേസിൽ TB മിനി എന്ന് പറയുന്നൊരു അഭിഭാഷകൻ, ഞാനത് വീഡിയോ ചെയ്തു, ഞാനത് അന്വേഷിച്ചു ഇവരെങ്ങനെ. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഈ കേസ് വന്നപ്പോഴാണ്. അപ്പം ഞാനൊരു എങ്ങനെയാണ് ഈ മിനി, പരിചയമുണ്ടല്ലോ, എങ്ങനെയാണ് ഈ മിനി അഭിഭാഷകയായത്? കാരണം ഇവർക്കൊരു സിനിമാ നടിയാണ്, ഇത്രയും സാഹചര്യം കൊണ്ട് ഇവരുടെ ഇന്റർവ്യൂ കേട്ടിരുന്നു. അതെല്ലാം അവർ പറഞ്ഞിരിക്കുന്ന ആരും വക്കാലത്ത് ഏറ്റെടുക്കാൻ വന്ന സാഹചര്യത്തിൽ എൻ്റെ അടുത്തേക്ക് വക്കാലത്ത് വന്നതാണെന്ന് അതങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്കങ്ങനെ തോന്നിയിരുന്നില്ല. മാത്രമല്ല ഒരു വളരെ ബ്ലണ്ടർ അവർ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ദിലീപ് ആയിരുന്നു റേപ്പ് ചെയ്തെന്തെങ്കിലും കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഇവരായി പോയെന്ന തരത്തിൽ വളരെ ആ പറഞ്ഞതല്ല. ഞാൻ അത് കേട്ടപ്പോഴാണ് ഞാൻ അന്വേഷിച്ചത്. ഇവർ ദിലീപായിരുന്നു റേപ്പ് ചെയ്യുന്ന കുഴപ്പമില്ലായിരുന്നു, വേറെ ആൾക്കാർ ചെയ്യിപ്പിച്ചോ. ഞാൻ ഒരു വക്കീൽ ഇങ്ങനെ പറയുമോ? പലരും ചോദിച്ചു എന്തിനാണ് ഇവരെ വക്കീലാക്കിയിരിക്കുന്നത്. അപ്പോഴാണ് ഞാൻ അന്വേഷിച്ചപ്പം ഏതൊരു ഇന്റർവ്യൂ കൊണ്ട് വേറെ ഒട്ടും കോൺഫിഡന്റ് അല്ലായിരുന്നു. അവര് വക്കീൽ എന്ന നിലയിൽ ഒട്ടും ക്വാളിറ്റി ഉള്ള ആളല്ല. അവര് ആക്ടിവിസ്റ്റ് ആണ്. അവർ സ്വയം അങ്ങ് കയറി ഈ കൂടെ അങ്ങ് കൂടി. അവർ വക്കീലൊന്നും അല്ല, വക്കീലാണ്, പക്ഷെ അവരൊക്കെ സ്വയം ചെയ്ത് ഇവർ നീ വെച്ചതേ അല്ല. അവര് പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊരു റേപ്പാണ്. ഒരു ക്രൈം നടന്നാൽ അതിന്റെ ഉത്തരവാദിത്വം പ്രോസിക്യൂട്ടറുടേതാണ്. അപ്പോൾ പ്രോസിക്യൂട്ടർ വേണം ഈ കേസുകൾ കൈകാര്യം ചെയ്യാനായിട്ട്. അപ്പം ഈ പ്രത്യേക സെൻസേഷണലായ കേസുകളിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നിയമിക്കും. അപ്പം ഞാൻ പറഞ്ഞ പലയിടങ്ങളും വലിയ വിനീത് കുമാർ സാറായിരുന്നു ഇവിടെ അനിശാന്തി കേസ് നടത്തിയത്. അല്ലെങ്കിൽ പല പ്രധാനപ്പെട്ട കേസുകളും നമ്മുടെ കൊല്ലത്തൊരു അറിയപ്പെടുന്ന വക്കീലുണ്ട് മോഹൻരാജ്. അങ്ങനെ വലിയ പ്രഗത്ഭന്മാരെയാണ് കൊണ്ടുവെക്കുന്നത്. അവർ പ്രതിഫലത്തിന് വേണ്ടിയല്ല, പ്രതിഫലം കുറവാണ്, ഈ കേസിൻ്റെ മെറിറ്റിന് വേണ്ടി. അങ്ങനെ മിക്ക കേസിലും ഇവർക്ക് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വന്നിരുന്നത്. ഈ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നമുക്ക് സജസ്റ്റ് ചെയ്യാം. ഇപ്പം ഇന്നയാളെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആക്കുമെന്ന് പറഞ്ഞാൽ ആക്കാം. സർക്കാരിന് കാശ് കൊടുത്തോളൂ, നമ്മൾ കാശ് കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഒരു വക്കീൽ എന്നതിൽ വെക്കേണ്ട കാര്യമില്ല. പക്ഷേ നിയമത്തിലൊരു പഴുത് എന്താണെന്ന് വെച്ചാൽ സർക്കാരിന് വെച്ചിരിക്കുന്ന പ്രോസിക്യൂട്ടറെ പ്രതിഭാഗം സ്വാധീനിക്കാൻ ഇടയുള്ളത് കൊണ്ട് നമുക്ക് വേണേൽ ഒരു വക്കീലിനെ വെക്കാം. ഇപ്പം ഞാനൊരു കേസിൽ പ്രതിയാവുകയാണെങ്കിൽ അല്ല വാദിയാവുകയാണെങ്കിൽ ഞാനൊരു വക്കീലിനെ കൂടെ വെക്കും. സർക്കാരിൻ്റെ വക്കീൽ എന്നെ സഹായിക്കണം നിർബന്ധമില്ല. അതിനു വേണ്ടിയിട്ടൊരു ഓപ്ഷനാണിത്. പക്ഷെ ഇവരുടെ കേസിൽ അതിൻ്റെ ആവശ്യമില്ല. സെൻസേഷണൽ കേസാണ്. ഇവർ പറയുന്ന ആളെ പബ്ലിക് പ്രോസിക്യൂട്ടറായി സർക്കാർ വെക്കും. അപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടറാണ് ചെയ്യേണ്ടത്, പബ്ലിക് പ്രോസിക്യൂട്ടറിന് വാദിക്കേണ്ടത്. ഇവർക്കൊരു വക്കീലിൻ്റെ ആവശ്യമില്ല, ഇവർ വക്കീൽ നിയോഗിച്ചിട്ടുമില്ല. ഇവർ സഹായിക്കാൻ വേണ്ടി അങ്ങ് വന്ന്
ഞാനാണ് ഇവരുടെ വക്കീൽ എന്ന രീതിയിൽ അങ്ങ് വന്നതാണ്. പക്ഷേ ഇത്ര ഒരു സെൻസേഷണൽ കേസിൽ അത് പോസിബിൾ ആണോ? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അല്ല, അവരിപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വക്കീലായിട്ട് അവർ കൂടെ ചെയ്യുന്നുണ്ട്, ചെയ്തോട്ടെന്ന് അവരും വെച്ചു. അല്ലാതെ ഇവർ അതിനകത്ത് ഈ മിനി എന്ന് പറയുന്ന വക്കീൽ ഇവർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു വർക്കും ചെയ്തിട്ടില്ല. ആ പടം ചാനൽ ചർച്ച ചെയ്യുന്നുണ്ട്, ഈ ഇരയുടെ വക്കീൽ എന്നില്ല അവർ പറഞ്ഞ് ഡയലോഗ് അടിക്കുന്നല്ലാതെ അവർക്ക് റൂളോടുണ്ട്. അല്ല, അവരെന്തൊക്കെ ചെയ്യുന്നു മുഴുവൻ പ്രോസിക്യൂഷനും സംഘമാണ് ചെയ്തത്. ഞാൻ ഈ കേസ് അന്വേഷിച്ച പോലീസ് സംഘത്തോട്ടൊക്കെ ആ സമയത്ത് ഒരുപാട് സഹകരിച്ചിരുന്നു. കാരണം ഇവിടെ ഈ ദിലീപിനെതിരെ ഏറ്റവും ശക്തമായ, ദിലീപ് ഇന്നലെ പത്രസമ്മേളനം എന്ന് പറഞ്ഞല്ലോ, ചില പത്രക്കാരും ചില സോഷ്യൽ മീഡിയ നമ്മളെ ഉദ്ദേശിച്ചിരുന്നത് ദിലീപിലേക്ക് കേസ് വരാൻ നമ്മുടെ ഒരു ശക്തമായ ഒരു ഇടപാടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് കേസിന്റെ മെറിറ്റിലേക്ക് നമ്മൾ കടക്കുകയും നമ്മൾക്ക് ഫീഡ് തരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവർക്ക് കൃത്യം ഉത്തരം തരാതെ വരികയും ചെയ്തപ്പോൾ നമ്മൾ പതിയെ പിന്മാറുന്നത്. ഈ ബാലേന്ദ്രകുമാറിനെ കൊണ്ട് ഒരു പ്ലേസ് ചെയ്തപ്പം ഞാൻ കട്ടയ്ക്ക് പറഞ്ഞത് ശരിയല്ല, നിങ്ങൾക്ക് തെളിവില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ബാലേന്ദ്രകുമാറിനെ കൊണ്ട് വരുന്നത്. ഞാനതിന് ബാലേന്ദ്രകുമാറിനെതിരെയായിരുന്നു ഞാൻ വീഡിയോ ചെയ്തത്. ആ ഒരു ഘട്ടമായപ്പോൾ നമുക്ക് മനസ്സിലായി ഇവരുടെ ഒരു തെളിവുമില്ല, നമ്മളോടൊക്കെ പറഞ്ഞിരുന്ന ഉണയാണെന്ന് നമുക്കാണ് പിന്നീട് മനസ്സിലാവുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വക്കീൽ വന്നതുപോലെയുള്ള വക്കീലന്മാരാണ് അവിടെ ഉള്ളത്. ഇവർക്കൊന്നും കേസിന് 8 വർഷം നീണ്ടു നിൽക്കുന്ന ഡ്യൂറേഷനിൽ അത് ബോധ്യപ്പെടുകയും വക്കീലിനെ മാറ്റാനുള്ള സാഹചര്യങ്ങൾ വക്കീലിന് റോളില്ലല്ലോ. ഇവരുടെ വക്കീല അവർ വക്കീലാകുമ്പോൾ നടക്കുന്നതല്ലേ, അവരെന്തെങ്കിലും സഹായിക്കാൻ കൂടുതൽ. അല്ലാതെ അവർക്കൊരു പ്രോസിക്യൂട്ടറാണല്ലോ ചെയ്യേണ്ടത്. ഇതിൻ്റെ ഞാൻ പറഞ്ഞത് പ്രോസിക്യൂട്ടറുടെ കാര്യത്തിൽ അവർ നല്ല ബന്ധത്തിലായിരുന്നു പ്രോസിക്യൂട്ടറുമായിട്ട്. ഇത് ചുമ്മാ രംഗപ്രവേശനം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ലാത്ത വക്കീൽ കുപ്പായിട്ട് നടക്കുന്ന കുറേ ആളുകൾ. ഇപ്പം ഞാൻ ഇന്നൊരു വളരെ വികാരത്തോടു കൂടി ഒരു അഭിഭാഷക സ്ത്രീ സംസാരിക്കുന്നു. അവർക്കൊക്കെ അടിസ്ഥാനപരമായ വിവരമുണ്ടെങ്കിൽ ഒരിക്കലും അവർ ഈവൻ ഇവർ പറയുന്ന മാതിരി ജഡ്ജിയെ പണം കൊടുത്ത് സ്വാധീനിച്ചുണ്ടാക്കിയ വിധിയാന്ന് കരുതുക എങ്കിൽ പോലും ഒരു വക്കീൽ കുപ്പായിട്ടൊരു അഭിഭാഷക ഇത് പറഞ്ഞാൽ അവരെ സസ്പെൻഡ് ചെയ്യണം. തീർച്ചയായിട്ടും അവർക്ക് ആ പണി ചെയ്യാനുള്ള യോഗ്യതയില്ല. അപ്പോൾ അതുപോലും അറിയാത്തത് കൊണ്ട് ഇവർ ആക്ടിവിസ്റ്റ് ആവുന്നു. ഇതിനകത്ത് മെറിറ്റ് ഉണ്ടോ ഇല്ലെന്ന് രണ്ടാമത്തെ കാര്യം. പക്ഷേ കോടതിന് മുമ്പിൽ എത്തിയിരുന്ന തെളിവുകൾ വെച്ച് ആ കോടതി വിധി പറയുന്നത്. നമ്മൾ അന്വേഷണ സംഘത്തിന്റെ കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അന്വേഷണ സംഘം പൂർണ്ണമായും അർത്ഥത്തിൽ ദിലീപിനെ കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ സാർ പറഞ്ഞു ബാലേന്ദ്ര കുമാറിന്റെ കാര്യം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് അന്വേഷണ സംഘത്തിന് വീഴ്ച സംഭവിച്ചു. നമ്മൾ ഇന്ന് 2-3 കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഒന്ന് മാഡം എന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് നടി തന്നെ പൾസർ സുനി കാറുള്ളിൽ വെച്ച് മാഡത്തിന്റെ കൊട്ടേഷൻ ആണെന്ന് പറഞ്ഞിരുന്നു. അതിലേക്കൊന്നും അന്വേഷണം പോയില്ല, അത് അവിടെ വെച്ച് ബ്ലോക്ക് ചെയ്യപ്പെടുന്നു. തിരിച്ചു വരുമ്പോൾ ദിലീപിലേക്ക് മാത്രം എത്തിപ്പെടാൻ വേണ്ടി കുറച്ച് തെളിവുകൾ ഉണ്ടാക്കിയെടുക്കുന്നു. അങ്ങനെയൊക്കെ ഇത് പുറത്തുനിന്ന് നോക്കുകയാണെങ്കിൽ ഞാനിതിനെ സമഗ്രമായി ഈ കേസിൽ ആദ്യം മുതൽ ഈ കേസിനെ ഫോളോ ചെയ്ത ഒരാളെ ഞാൻ പുറത്തുനിന്ന് നോക്കിയാൽ എൻ്റെ ഒരു നിഗമനം പറയാം. എൻ്റെ ഒരു നിഗമനം ഭാഗികമായ റോള് ദിലീപിനുണ്ട്. ഒന്ന്, അതായത് ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ നിഗമനമാണ്, ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ തമ്മിൽ ചില റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുണ്ടായിരുന്നു ഈ നടിയും ദിലീപും തമ്മിൽ. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ദിലീപ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അതിൽ സിനിമയിലെ മുടിയുടെ മനനായതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് വേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റ് ദിലീപിന് എല്ലായിടത്തും ഉണ്ടായിരുന്നു. പലയിടങ്ങളിലും ഭൂമിയും റിസോർട്ടുകളും ഹോട്ടലുകളും പ്രോപ്പർട്ടികളൊക്കെ ദിലീപിനുണ്ടായിരുന്നു. ഇതിൽ പലതും ബിനാമി പോലെ ആയിരുന്നു. ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു ഇയാളായിരുന്നു കിങ് മേക്കർ. ഇത്തരത്തിൽ ചില സാമ്പത്തിക ഇടപാടുകൾ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ പറയുന്ന നടിയുമായും ഉണ്ടായിരുന്നു. പക്ഷേ ദിലീപും ഈ മഞ്ജു വാര്യരും തമ്മിൽ പിണങ്ങിയപ്പോൾ അവർ തമ്മിലുള്ള പിണക്കം മുമ്പോട്ട് പോയപ്പോൾ ഇയാളുടെ പേരിൽ കിടന്നിരുന്ന ഇവരുടെ നടിയുടെ പേരിൽ കിടന്ന ഭൂമിയൊന്നും തിരിച്ചു കൊടുക്കാതെ അത് മഞ്ജുവിന് കൊടുക്കാൻ ശ്രമം നടത്തി. അപ്പം അതിനിടയ്ക്ക് ദിലീപ് മറ്റേ പെണ്ണിനെ കല്യാണം കഴിക്കുന്നു, കാവ്യ കല്യാണം കഴിക്കുന്നു. അവർ സെറ്റിൽ ചെയ്ത് വരുമ്പോൾ ഇപ്പോഴും കിടക്കുന്ന ദിലീപിൻ്റെ കുറേ സ്ഥലവും ഭൂമി ഇടപാടും ഒന്നും ഇവർ കിട്ടുന്നില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് എവിടെയോ ഒരു ചർച്ചയ്ക്കകത്ത് ഇന്ന് വരട്ടിയരട എന്ന് പറഞ്ഞിട്ടുണ്ടാവണം. ഈ പൾസർ സുനി സിനിമയിൽ അത്യാവശ്യം ചെറുകിട കൊട്ടേഷനൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇന്ന് വരട്ടിയരട എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പം ആ വരട്ടാൻ വേണ്ടി നടന്ന ഒരു ശ്രമം ഒരു പക്ഷേങ്കിൽ ഇയാളൊരു സെക്ഷൽ ക്രിമിനൽ ആയതുകൊണ്ട് ബലാത്സംഗമായി മാറിയതാവാം. അല്ല, അതൊക്കെ അയാളുടെ വീഡിയോ ചിത്രീകരണവും അത്യാദി കാര്യങ്ങളൊക്കെ അയാളുടെ മാത്രം സ്ട്രാറ്റജിയാണ്. ആരുടെ? ഈ പൾസർ. അവൻ വലിയ ക്രിമിനലാണല്ലോ. അവൻ ഇതിനു മുമ്പ് ഒരു നടിയെ വീഡിയോ ചിത്രീകരിച്ചിട്ട് 5 ലക്ഷം രൂപ ബ്ലാക്ക് മെയിൽ ചെയ്ത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം എന്തായാലും എന്ന് വരട്ടാൻ പോയതായിരിക്കാം. അത് റേപ്പ് ആവുന്നു ചിത്രീകരിച്ചു കഴിഞ്ഞാൽ അത് ബ്ലാക്ക് മെയിൽ ഇത് ഉപയോഗിക്കാൻ എനിക്ക് തോന്നിക്കാണെങ്കിൽ ക്രിമിനലാണ്. നമ്മൾ കരുതുന്നതിനപ്പുറത്തേക്ക് ശക്തമാണ് ക്രിമിനൽ സംഘങ്ങൾ കേരളത്തിൽ. ഈ എറണാകുളത്തും ആലവയായാലും തൃശ്ശൂരിലുമൊക്കെ അങ്കമാലിയും തൃശ്ശൂരിലും ഒക്കെ വലിയ മാഫിയ സംഘങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസവും എന്നെ ഒരു മാഫിയ ഒരു ഗുണ്ടാ നേതാവ് വിളിച്ചിട്ട് നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും, നീ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് നീ എന്നാണ് ചെയ്തോടാ, നിന്നെ വെട്ടിക്കീറുക മാത്രമല്ല നിൻ്റെ ഇടകടത്തിലെ വീട്ടിൽ വന്നിട്ട് നിൻ്റെ ശവം നീ അവിടെ അല്ലേ അടക്കാൻ പോകുന്നത്, നിൻ്റെ ശവത്തെ കൊണ്ടൊന്ന് ഞാൻ
എന്താണ് റീത്ത് വെച്ചിട്ട് പൊതുശല്യം ഒഴിഞ്ഞെന്ന് എഴുതി വെക്കും, നീ നോക്കോടാന്ന് വരെ എന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഈ ഒരു 2 ആഴ്ചയുള്ളൂ. ആരാണ് എന്താണെന്ന് ഞാൻ അതിൻ്റെ കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയാൻ ഞാൻ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് എന്തെങ്കിലും ചെയ്യുമോ നോക്കട്ടെ എന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കേരളത്തിലെ അവസ്ഥ. അങ്ങനെയാണെങ്കിൽ സാർ, ദിലീപ് ഇപ്പോൾ തിരിച്ചു വന്നിരിക്കണം. അങ്ങനെ തിരിച്ചു വരുന്ന ഘട്ടത്തിൽ ആർക്കൊക്കെ എന്തായാലും മഞ്ജു വാര്യനെതിരെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അങ്ങനെ ഡയറക്റ്റ് അറ്റാക്കിലേക്ക് പോകും. ഇപ്പോൾ ബി സന്ധ്യ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ദിലീപിന്റെ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ദിലീപ് പൂർണ്ണമായും നിരപരാധിയാണെങ്കിൽ മാത്രമേ ദിലീപ് ഒരു വലിയ യുദ്ധം പ്രഖ്യാപിക്കൂ. ദിലീപ് ഇവർ ഈ പറഞ്ഞ മാതിരി ഹിന്ദു പത്രത്തിലെ കാര്യം കൂടെ ഹിന്ദു വന്നിരിക്കുന്നു. ദിലീപ് ഇന്ന് ഞാൻ കണ്ടു ഹിന്ദുവിൽ ദിലീപ് ഒരു ഈ പറയുന്ന കേസ് അട്ടിമറിച്ച് തലയൂരിയ ആളാണെങ്കിൽ ദിലീപ് ഒരു വഴക്കിനും പോകത്തില്ല. ഞാൻ ദിലീപ് അങ്ങനെയാണ് ദിലീപ് ആ ഇന്നലെ പത്രക്കാരോട് സംസാരിക്കുമ്പോൾ മഞ്ജു വാര്യരുടെ പേര് പോലും പറയത്തില്ല. കാരണം ഒരു വിധത്തിൽ കാശ് കൊടുത്തോ അല്ലെങ്കിൽ സ്വാധീനിച്ചോ ഒക്കെ ദിലീപ് തലയൂരിയതാണെങ്കിൽ പിന്നെ പ്രകോപനമില്ലാതെ സമാധാനത്തിൽ പോകാനേ നോക്കത്തുള്ളൂ. അപ്പം ദിലീപ് നിരപരാധിയാണെന്ന് തോന്നാൻ എനിക്ക് കാരണമായത് ദിലീപ് ഇന്നലെ മഞ്ജു വാര്യരെ കൃത്യം പേരെടുത്ത് പറഞ്ഞ് സംസാരിച്ചതുകൊണ്ടാണ്. അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ടത് ദിലീപ് പൂർണ്ണമായും നിരപരാധിയാണെങ്കിൽ ഇനിയിപ്പം ഈ വിധിയുടെ പകർപ്പ് വരുമല്ലോ, ഈ വിധിക്കകത്ത് തീർച്ചയായും എന്തുകൊണ്ട് ദിലീപ് നിരപരാധിയാണ് എന്ന് എഴുതി ചേർക്കും. അങ്ങനെ ഒരു സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ കേസന്വേഷണത്തിലെ പാളിച്ചകൾ, പോലീസ് എങ്ങനെയാണ് ഗൂഢാലോചന നടത്തിയത്, പോലീസ് എങ്ങനെയാണ് തെളിവുകൾ കൊണ്ടുവന്നത്, എങ്ങനെയാണ് ദിലീപിനോട് പ്രതികാരം ചെയ്തതെന്നൊക്കെ എഴുതി വെക്കും. ഇതൊരു ആധികാരികമായ രേഖയാണ്. ഈ രേഖയുടെ അടിസ്ഥാനത്തിൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഹൈക്കോടതി കൊണ്ടുപോയി അപ്പീൽ പോവാം. അതിനൊക്കെ സമയം പിടിക്കും. മാത്രമല്ല ഈ ഹൈക്കോടതികൾ ഒരിക്കലും വിചാരണ കോടതിയെ പോലെ എല്ലാ ഫയലും നോക്കത്തില്ല. അവർ ലീഗലായിട്ടുള്ള ക്വസ്റ്റ്യൻ ഓഫ് ലോ എന്നാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ ഓഫ് ലോ അല്ലെങ്കിൽ പ്രൊസീജിയർ മിസ്റ്റേക്ക് എന്തെങ്കിലും ലോ ഉണ്ടോ, അത് അവർക്കാകപ്പെടെ വിചാരണയിലെ തെളിവൊന്നും ഈ ഹൈക്കോടതി പരിഗണിക്കേണ്ട കാര്യമില്ല. അതൊക്കെ വിചാരണ കോടതിയുടെ പണിയാണ്. ഈ ഒരു ഡിസിഷൻ എടുത്തിരിക്കുന്നത് ഇന്ന നിയമം അനുസരിച്ചാണ്, ഇന്ന വിധി അനുസരിച്ചാണെന്നാണ് പറയുന്നത്. അത് ശരിയാണോ? അത് ആ തെറ്റാണ്. വിധിയിലെ ലോ ഉണ്ടോ? നിലവിലുള്ള ഒരു നിയമത്തിൽ ഭരണഘടന പറയുന്നു, അല്ലെങ്കിൽ BNS പറയുന്നു, അതാണ് സെക്ഷൻ. പക്ഷേ അത് ഇവർ പരിഗണിച്ചില്ല എന്ന് പറയുമ്പോൾ അത് മാത്രം ക്വസ്റ്റ്യൻ ഓഫ് ലോ ആണ് പരിഗണിക്കുക, അല്ലെങ്കിൽ പ്രൊസീജിയർ മിസ്റ്റേക്ക്. ഒരു തീരുമാനമെടുക്കുന്നതിൽ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്, പ്രൊസീജിയർ മിസ്റ്റേക്ക് വരും. ഇപ്പം പല കേസുകൾ, ഇപ്പം നമ്പി നാരായണൻ്റെ കേസ്, ഇന്നിപ്പം ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ എടുക്കുമായിരുന്നു, നമ്മുടെ TP സെൻകുമാറിൻ്റെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഈ ദിലീപ് കേസൊക്കെ പറഞ്ഞു. ദിലീപ് കേസിൻ്റെ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് കൃത്യമായിട്ട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം DGP ആയിരുന്ന കാലഘട്ടത്തിൽ, ഇതിനു മുമ്പ് പൾസർ സുനി അറസ്റ്റിലാവുന്നു, അത് കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും DGP ആയിട്ട് വരുന്നു, അദ്ദേഹം റിട്ടയർ ചെയ്ത് പോയി കഴിഞ്ഞിട്ടാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫയൽ അദ്ദേഹത്തിന് ഉദാഹരണം, അദ്ദേഹത്തിന് നല്ല ഉത്തമ ബോധ്യമാണ്. അന്ന് കേസന്വേഷിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് പറഞ്ഞാണ് തെളിവില്ല എന്ന് പറഞ്ഞതാണ്. പക്ഷെ അപ്പോൾ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ആണ് പ്രതിയാവുന്നതെന്ന് അദ്ദേഹത്തോട് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, നമ്പിനാരായണൻ കേസ്, നമ്പിനാരായണൻ നഷ്ടപരിഹാരം കിട്ടിയല്ലോ. ഈ നമ്പിനാരായണൻ നഷ്ടപരിഹാരം കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ കേസ് അതിൻ്റെ ഒരു വശം മാത്രമാണ്. അത് സർക്കാർ അത് ചെയ്തോ ഇത് ചെയ്തോ ഇതും മാത്രമാണ്, അല്ലാതെ സമഗ്രമായി ചാരപ്രവർത്തനം നടന്നതൊരു അന്വേഷണം നടന്നിട്ടില്ല. അത് തന്നെയാണ് ഇവിടെയും വരാൻ പോകുന്നത്. അപ്പോൾ കോടതിയുടെ മുമ്പിൽ ഈ പ്രൊസീജിയർ തെറ്റിച്ചോ ഒന്നെങ്കിൽ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഓഫ് ലോ ഉണ്ടോ, ഈ തീരുമാനം ഇതൊന്നും കാര്യമായി ഒന്നും മാറ്റം വരാൻ പോകുന്നില്ല. കാരണം ഈ സാഹചര്യ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഗൂഢാലോചന കുറ്റത്തിൽ ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെ വന്നാൽ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ദിലീപിനെ സംബന്ധിച്ച് വലിയ നഷ്ടമുണ്ടായി. ഏതാണ്ട് 8-9 വർഷം ദിലീപിൻ്റെ കരിയറിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതും ഏറ്റവും പീക്കായിട്ട് നിൽക്കുന്ന സമയത്ത് അന്ന് ദിലീപ് വാങ്ങിക്കൊടുന്ന പ്രതിഫലം, ആ പ്രതിഫലം പടിപടിയായി ദിലീപ് അന്ന് വാങ്ങിക്കൊടുന്ന പ്രതിഫലം ഒരു സിനിമയ്ക്ക് ഒരു 50 ലക്ഷമാണെന്ന് കരുതുക. അപ്പം നോക്കുന്നത് അന്ന് മോഹൻലാൽ വാങ്ങിക്കൊടുന്ന പ്രതിഫലം എത്രയാണ്, അല്ലെങ്കിൽ അന്ന് പൃഥ്വിരാജ് വാങ്ങിക്കൊടുന്ന പ്രതിഫലം എത്ര, ഇപ്പം പൃഥ്വിരാജ് വാങ്ങുന്ന പ്രതിഫലം എത്രയാണ്. ആ ഒരു മാറ്റം ദിലീപിൻ്റെ കാര്യത്തിൽ ഉണ്ടാവണം. ആ ഒരു ഗ്രോത്തും ഈ 10 കൊല്ലത്തെ നഷ്ടവും പിന്നെ ദിലീപിനുണ്ടായ സാമ്പത്തിക ശോഷണവും, കോടിക്കണക്കിന് രൂപയുടെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. പ്രത്യേകിച്ച് ദിലീപിനെ മനഃപൂർവ്വം കെണിയിൽപ്പെടുത്തിയതാണ് എന്ന് ഈ കോടതി വിധിയിലുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ദിലീപ് നഷ്ടപരിഹാരത്തിന് പോയി കൊടുക്കേണ്ടി വരും. പക്ഷേ ഇതെല്ലാം പ്രൊവൈഡഡ് ദാറ്റ് ദിലീപ് പൂർണ്ണ നിരപരാധിയാണെങ്കിൽ മാത്രമേ ഇത് സംഭവിക്കൂ. പൂർണ്ണ നിരപരാധി അല്ലെങ്കിൽ ദിലീപിൻ്റെ ഈ കേസ് പോലീസിനെ പ്രകോപിപ്പിക്കുകയും ഇതുവരെ ദിലീപിനെ സഹായിക്കാൻ വേണ്ടി അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പഴുതെല്ലാം അടച്ച് ദിലീപിനെ കാരണം എന്ന് വെച്ചാൽ നിലവിലുള്ള ഇപ്പം അന്ന് ക്രൈംബ്രാഞ്ചിൻ്റെ ചുമതലക്കാരൻ IG ശ്രീജിത്ത് ആയിരുന്നു. അദ്ദേഹം ഇന്ന് ADGP അഡ്മിനിസ്ട്രേഷനാണ്. അല്ലെങ്കിൽ അന്ന് പോലീസ് അന്വേഷിച്ചിരുന്ന SI ഇന്ന് DYSP ആണ്, ബൈജു പൗലോസ്. അന്ന് B സന്ധ്യ റിട്ടയർ ആയിപ്പോയി.
അപ്പം ഈ പറയുന്ന സംവിധാനങ്ങളെല്ലാം മാത്രം സർക്കാരും മുഖ്യമന്ത്രി ഉൾപ്പെടെ പേരെടുത്ത് പറഞ്ഞു എല്ലാവരും പറഞ്ഞാണ്. അപ്പം കോടികൾ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ കേസിന് ഇവർ ഇറങ്ങി പുറപ്പെട്ടാൽ ദിലീപ് ഇറങ്ങി പുറപ്പെട്ട ദിലീപിൻ്റെ ഭാഗത്ത് 100% ശരിയുണ്ടെങ്കിൽ ദിലീപിന് പണി ഈ പറയുന്ന പണി കിട്ടും. ഇനി അതല്ല ദിലീപ് ഒരു വിധത്തിൽ തട്ടിമുട്ടിയൊക്കെ രക്ഷപ്പെട്ടു പോകുന്നതാണെങ്കിൽ ദിലീപ് ഒന്നിനും പോകത്തില്ല. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. പിന്നെ ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ദിലീപിൻ്റെ ഈ ക്യാരക്ടർ കാരണം, ദിലീപിൻ്റെ ഒരു ക്യാരക്ടറുണ്ടല്ലോ, ഈ ക്യാരക്ടർ കാരണം ദിലീപ് ഒരു നിരപരാധിയാണെന്ന് പറയാൻ, ദിലീപ് ഒരു പുണ്യപുരുഷനാണ്, പാവപ്പെട്ടവൻ നിരപരാധി എന്ന് പറയാൻ ആർക്കും കഴിയുന്നില്ല, പറയാൻ പറ്റുന്നില്ല. പക്ഷെ ഇവിടുത്തെ ഞാൻ പറയുന്ന ഒരു കാര്യം, ഇവിടുത്തെ മാധ്യമങ്ങൾ, നമ്മൾ നേരത്തെ സംസാരിച്ചു, ഇവിടുത്തെ ഏറ്റവും വലിയ കുറ്റവാളികൾ മാധ്യമങ്ങളാണ്. യാതൊരു ലക്കും ലഗാനുമില്ലാതെ വായിൽ തോന്നുന്നതൊക്കെ വാർത്തയാക്കുക, വായിൽ തോന്നുന്നവരെ കുറിച്ചൊക്കെ വിളിച്ച് പറയുക, എന്തും പറയാവുന്ന തരത്തിലേക്ക് നമ്മുടെ മാധ്യമ പ്രവർത്തനം മാറിപ്പോയി. അത് ഇപ്പോഴുണ്ടോ? പണ്ടെന്ന് പറഞ്ഞാൽ ഈ അച്ചടി മാധ്യമങ്ങൾ മാത്രം ഉണ്ടായിരുന്ന കാലത്ത് വേരിഫൈ ചെയ്തൊരു വാർത്ത വരത്തില്ല. ഇന്ന് ചാനലുകൾക്ക് അവർ ആരോടെ മത്സരിക്കുന്നത്? സോഷ്യൽ മീഡിയയോടെ. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വാളെടുത്തവൻ വെളിച്ചപ്പാടാണ്. ഇതിനോട് മത്സരിക്കാൻ വേണ്ടി ഈ ചുമ്മാ ക്രിയേറ്റ് ചെയ്യാണ്. എത്രയോ വാർത്തകളാണ് ഇവർ സൃഷ്ടിക്കുന്നത്. ഇപ്പം ഞാൻ ഒളിവിൽ കഴിഞ്ഞിട്ട് നമ്മുടെ ഓഫീസ് റെയ്ഡ് നടന്ന സമയമുണ്ട്. അന്ന് ഓഫീസ് റെയ്ഡ് നടന്നപ്പം 24-ലെ ഒരു വാർത്താവതാരൻ്റെ വാർത്ത ഞാൻ കേൾക്കുക. അയാൾ പറയുകയാണ്, കൂടുതൽ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് സാവ് നീങ്ങുകയാണ്. പോലീസ് ഇവരുടെ ബാങ്ക് അക്കൗണ്ട്സ് എല്ലാം പരിശോധിച്ചു. എല്ലാം പരിശോധിച്ചപ്പോഴേക്കും എന്താണ് കാണിക്കുന്നത്? കുറഞ്ഞ ശമ്പളം കാണിച്ചിട്ട്, അല്ല, കൂടിയ ശമ്പളം കൊടുത്തിട്ട് കുറഞ്ഞത് കാണിക്കുന്നു. ഞാൻ പ്രത്യേകം കേട്ട് നോക്കിയാൽ ഒന്നുണ്ട്, വീണ്ടും വീണ്ടും അങ്ങനെ പറയുന്നത് തെറ്റിപ്പോയതല്ല. കുറഞ്ഞ ശമ്പളം കാണിച്ച് കൂടുതൽ കാണിക്കുന്നു പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇത് കൂടുതൽ ശമ്പളം കൊടുത്തിട്ട് കുറഞ്ഞത് കാണിക്കുന്നതാണ് പറയുന്നത്. എന്താ പറയേണ്ടതെന്ന് പോലും അറിയത്തില്ല, അങ്ങ് പറയുക. ഇത്തരത്തിൽ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയുടെ പേടിച്ചുകൊണ്ട് നമ്മുടെ ചാനലുകൾ വായിൽ തോന്നൊക്കെ വിളിച്ച് പറഞ്ഞ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു നോക്കൂ, രാവിലെ ഡ്രോൺ അതായത് ദിലീപ് എന്ന് പറയുന്ന മനുഷ്യൻ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ശിക്ഷിക്കപ്പെട്ടാൽ പോലും അയാൾക്ക് പ്രൈവസി ഉണ്ട്. അതെന്തുകൊണ്ടാണ്? എനിക്ക് വളരെയധികം ദുഃഖം തോന്നി. ഇന്നത്തെ ചാനലുകളെല്ലാം തന്നെ അയാൾ കുട പിടിച്ചിറങ്ങി സ്വന്തം വീട്ടിലെ ഉമ്മറത്ത് നിന്നും കാറിലേക്ക് ഇറങ്ങി കുട പിടിക്കണം. അയാൾ അപ്പം സ്വന്തം പ്രൈവസിയിലേക്ക്, അയാളുടെ പ്രൈവറ്റ് കോമ്പൗണ്ടാണ്, ആ കോമ്പൗണ്ടിന്റെ മുകളിൽ കൊണ്ടു നിർത്തുക. അതിലൊരു കല്ല് പെറുക്കി എറിഞ്ഞാൽ താഴെ ഇടണമെന്നായിരുന്നു എൻ്റെ ഒരു വ്യക്തിപരമായ. മനുജ, ഇപ്പോഴത്തെ നമ്മുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ചാനലുകൾ റേറ്റിങ്ങിന് വേണ്ടി യുദ്ധത്തില്ല. ഞാൻ ഇന്ന് ഈ പറയുന്ന പല ചാനലുകളോട് സംസാരിക്കും. ഇവർക്കൊക്കെ റിപ്പോർട്ടറിനെ പേടിയാണ്. ഇവർ റിപ്പോർട്ടർ അങ്ങേയറ്റം വരെ പോയി ചെയ്യുവാണ്. അപ്പോൾ ആളുകൾ അങ്ങോട്ട് വെക്കുന്നു, അവർക്ക് റേറ്റിംഗ് കിട്ടും. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ചെയ്യേണ്ടി വരുവാണ്. അപ്പോൾ ഇവർ ഈ പാരാമീറ്റേഴ്സ് അവർ നിശ്ചയിക്കുവാണ്. അങ്ങനെ സകല എത്തിക്സും മാറ്റി ഈ മനോരമയും മാതൃഭൂമി എത്തിക്സും പിടിച്ചുകൊണ്ടിരിക്കുന്ന കാരണം അവർ ഓരോരുത്തെത്തുന്നില്ല. പുറകെ കിടക്കുമല്ലേ എത്തിക്സ്. ഏഷ്യാനെറ്റും നിവൃത്തിയില്ല. ഏഷ്യാനെറ്റ് അങ്ങനെ ചെയ്യത്തില്ലായിരുന്നു. ഏഷ്യാനെറ്റിന്റെ ഫോണ്ട് കണ്ടായിരുന്നു, ഒരു അച്ചടക്കമുള്ള ഫോണ്ടായിരുന്നു. ഇപ്പൊ അവരെല്ലാം വലുതാക്കിയില്ലേ, ഈ ഭയങ്കര ബഹളം വെക്കുന്ന തരത്തില്ല. കാരണം റിപ്പോർട്ടറും 24 മത്സരിച്ച് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇത് ചെയ്തേ പറ്റൂ. അപ്പം ഇവിടെ ഒരു വ്യക്തിയുടെ സ്വകാര്യതയോ ഒരു മനുഷ്യന് മര്യാദ, കോടതി ശിക്ഷിക്കുന്നവരെ മാത്രം അയാൾക്ക് പ്രതിക്കുമുണ്ട് പ്രൈവസിയും പേഴ്സണൽ സ്പേസും. ഇതൊന്നും ഇന്നത്തെ കാലത്ത് ബാധകമല്ല. ഇവർ തോന്നിയതുപോലെ ചെയ്യും, തോന്നിയതുപോലെ പറയും. ഞാൻ പറഞ്ഞ കേരളത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയാനകമായി. ആരെങ്കിലും ഒന്ന് ശക്തമായി ഇടപെട്ട് ഇതിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയില്ലെങ്കിൽ ഭയങ്കര കുഴപ്പത്തിലായി തീരും. എന്തായാലും നമ്മൾ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ കോടതിയെ വെറുതെ ചീത്ത വിളിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല, ഒരർത്ഥവുമില്ല, ചെയ്യാനും പാടില്ല. അതേസമയം ഈ പാലത്തായ കേസിലെ സ്ഥിതി അങ്ങനെയല്ല. പാലത്തായ കേസിൽ ഇവരെല്ലാം കോടതിയെ കുറിച്ച് മിണ്ടരുതെന്നാ പറയുന്നത്. അവിടെയാണ് 1, 2, 3 എന്ന് പറഞ്ഞ അതിനകത്തെ മിസ്റ്റേക്കുകളുണ്ട്. ഇതിനകത്ത് അങ്ങനെ കാണിക്കാനില്ല. ഇതിൻ്റെ അകത്ത് ചോദിക്കുന്ന പൾസർ സുനിയുടെ കത്തിനൊന്നും ആധികാരികതയില്ല. ഈ ഒരു രീതി ശരിയല്ല, ഒരു തരത്തിലും ശരി. നമ്മൾക്ക് കോടതിയുടെ ഉത്തരവിനെ, വിധിയെ നമുക്ക് വിലയിരുത്താം, അതിനെ വിമർശിക്കാം, തെറ്റൊന്നുമില്ല. കോടതിയെയും ജഡ്ജിയെയും നമ്മൾ സ്കാൻഡലൈസ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ തലത്തിലേക്കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, ശരിയല്ല. മാത്രമല്ല ദിലീപ് ഇനി എന്ത് ചെയ്യുമെന്നുള്ളത് നിർണായകമാണ്. ദിലീപ് പൂർണ്ണമായി നിരപരാധിയാണെങ്കിൽ ദിലീപ് ഇവരെല്ലാം സത്യത്തിൽ റിപ്പോർട്ടർ ചാനൽ അടക്കം മിനിമം ചെയ്ത എല്ലാവരെയും എല്ലാവരും തന്നെ ഉണ്ട് ഉത്തരവാദികൾ. പക്ഷേ എങ്കിലും അങ്ങേയറ്റം കടന്നാക്രമിച്ച ചാനലുകളെയും മാധ്യമങ്ങളെയും ഒക്കെ വെറുതെ വിടരുത്. ബാക്കി നമ്മളെല്ലാം വാർത്ത ചെയ്തവരാണ്. പക്ഷെ നമ്മുടെ മുമ്പിൽ വേറെ വഴിയൊന്നുമില്ല. അല്ലാതെ ഇവർ ഈ സ്വകാര്യതയിലൂടെ കടന്നാക്രമിച്ച് അത് ചെയ്തവരെ വെറുതെ വിടാതിരിക്കണം എന്നാണ്. എന്തായാലും കാത്തിരിക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. നന്ദി.